ഗൈസ്, സീനിക് വേൾഡിലെ തുടർന്നുള്ള കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സീനിക് സ്കൈവേ ആണ് കണ്ടു കഴിഞ്ഞത്. ഇനിയുള്ള നമ്മുടെ വീഡിയോയിൽ ബാക്കിയുള്ള കാഴ്ചകൾ, അതായത് സീനിക് കേബിൾ വേ, അതുപോലെ തന്നെ റെയിൽവേ ആൻഡ് വാക്ക് വേ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. ഈ വരുന്ന കുഞ്ഞൻ ട്രെയിനിലാണ് കേട്ടോ നമ്മൾ ഇനിയിപ്പം താഴേക്ക് പോകാൻ പോകുന്നത്. ഇതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു റെയിൽവേ ആണിത്. 52 ഡിഗ്രി വരെ ചെരിഞ്ഞാണ് ഇത് താഴേക്ക് പോകുന്നത്. ഇതിൻ്റെ ട്രാക്ക് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 415 മീറ്ററാണ്. അതുപോലെ തന്നെ വെർട്ടിക്കൽ ഡ്രോപ്പ് താഴേക്കുള്ളത് 178 മീറ്റർ. 4 മീറ്റർ പെർ സെക്കൻഡാണ് ഇതിൻ്റെ റൈഡിങ് സ്പീഡ് വരുന്നത്. പെർ അവറിൽ 840 പാസഞ്ചേഴ്സിനെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. താഴേക്ക് പൊക്കോണ്ടിരിക്കുകയാണോ? മഞ്ഞുമൽ ബോയ്സ് അതുപോലത്തെ തുരങ്കമാണ്. പണ്ട് 1800കളിൽ മൈനിങ്ങിൻ്റെ സമയത്ത് നിർമ്മിച്ച ഒരു റെയിൽവേ ആണ്. പക്ഷേ ഇപ്പോൾ അത് ടൂറിസ്റ്റിന് വേണ്ടിയിട്ടുള്ള, ഇതുപോലെ നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകൾക്ക് സഞ്ചരിക്കാനായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. താഴേക്ക് നല്ല അത്യാവശ്യം എന്താ പറയുന്നത്, ഒരു പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് കേട്ടോ ഇതിൽ ഇങ്ങനെ പോകുക എന്നുള്ളത്. നല്ലൊരു അനുഭവം തന്നെയാണ്. അങ്ങനെ നമ്മളിവിടെ താഴെയുള്ള സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഇതുപോലെയാണ് അതിൻ്റെ ഡോറ് തുറക്കുകയും അടയുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ കാണുന്നതാണ് അതിൻ്റെ ആ റെയിൽ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്റ്റീപ്നെസ്സിലൂടെ അത് മുകളിലേക്ക് കയറി പോകുന്നത് കണ്ടോ. അപ്പം ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ. ഏതൊക്കെയാലും ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു കേട്ടോ. ഇത്രയും സ്റ്റീപ്പായിട്ടുള്ള ഒരു ട്രെയിനിൽ നമ്മൾ ഇതിനു മുമ്പ് സഞ്ചരിച്ചിട്ടില്ല. താഴെ വന്നു കഴിഞ്ഞാൽ ഒരു റെയിൻ ഫോറസ്റ്റിലേക്കാണ് നമ്മൾ വരുന്നത് കേട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് 3 സിസ്റ്റേഴ്സിൻ്റെ വ്യൂ, അതുപോലെ തന്നെ കട്ടുംബ ഫോൾസ് കണ്ടവർക്ക് കുറച്ച് നടന്നു കഴിഞ്ഞാൽ അത് കാണാം. അങ്ങനെ നമ്മുടെ കുഞ്ഞൻ ട്രെയിൻ തിരിച്ചു വന്നു. അപ്പം ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ. ഇവിടുന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കേബിൾ വേയിലേക്കുള്ള ഒരു പാത്തുണ്ട്, അങ്ങോട്ട് നടന്നു പോകാം. നമ്മൾ ഈ ട്രെയിനിൽ തന്നെ തിരിച്ച് മുകളിലേക്ക് പോകാമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് നേരെ മുകളിലേക്ക് പോയേക്കാം. ആ കാണുന്ന സീനിക് കേബിൾ വേയിലാണ് ഇനി നമ്മൾ അടുത്തത് സഞ്ചരിക്കാൻ പോകുന്നത്. ഇനി പുറകോട്ട് പോവാ, പുറകോട്ട്. ഇങ്ങോട്ട് വന്നപ്പം മുമ്പോട്ട്, ഇനി അങ്ങോട്ട് പുറകോട്ട്. അതെ, പുറകോട്ട് കയറ്റം. ഗൈസ്, അങ്ങനെ നമ്മൾ മുകളിലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ ആളുകൾ താഴേക്ക് പോകാനായിട്ട് ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കേബിൾ വേ ആണ്. ആ വരുന്നതാണ് നമ്മൾ കയറാൻ പോകുന്ന ആ ഒരു ക്യാപ്സൂള്. ഇതിനകത്ത് 84 പാസഞ്ചേഴ്സിന് കയറാൻ പറ്റും. 3.8 മീറ്റേഴ്സ് പെർ സെക്കൻഡിലാണ് ഇത് പോകുന്നത്, ഇതിൻ്റെ ഒരു സ്പീഡ്. അതുപോലെ തന്നെ 36 ഡിഗ്രി ചെരിവാണ് ഇതിന് ഉള്ളത്. ആദ്യമേ എത്തിയതുകൊണ്ട് കേബിൾ കാറിൻ്റെ മുൻപിൽ തന്നെ നമുക്ക് സ്ഥാനം പിടിക്കാൻ സാധിച്ചു. ഇവിടുന്നുള്ള വ്യൂവും ഈ പറഞ്ഞ പോലെ കിടിലം വ്യൂ ആണ്.
അങ്ങനെ ഈ റെയിൻ ഫോറസ്റ്റിൻ്റെ അകത്തൂടെ താഴേക്കുള്ള യാത്ര ആരംഭിച്ചു. അതീവ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഭീമാകാരമായിട്ടുള്ള ഈ പാറക്കെട്ടുകൾ, അതിൻ്റെ സൈഡിൽ കൂടെയുള്ള കേബിൾ വേ, ഇതൊക്കെ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. സിഡ്നിയിലെ കട്ടുംബായിൽ വന്നു കഴിഞ്ഞ് നിങ്ങൾ ഇവിടെയൊക്കെ വരണം, ഇതൊക്കെ കാണണം, ഇതൊക്കെ ആസ്വദിക്കണം. ഈ കാണുന്നതാണ് നമ്മൾ ഇറങ്ങാനുള്ള സ്ഥലം. അപ്പം അതിൽ മുകളിലേക്ക് പോകാനായിട്ട് നിരവധി യാത്രക്കാർ അവിടെ നിൽപ്പുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പം ഇവിടുന്ന് നമ്മൾ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിക്കായിട്ടുള്ള റെയിൻ ഫോറസ്റ്റിനകത്തൂടെയുള്ള ഒരു വാക്ക് വേ ആണ്. അപ്പം അതിൽ നമുക്ക് നടന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ട്രെയിനിൻ്റെ ആ പ്ലാറ്റ്ഫോമിലേക്കും ചെല്ലാവുന്നതാണ്. ഈ മലയിലൂടെ ഹൈക്കിങ് ചെയ്യാനായിട്ട് പോകുന്ന 3 യുവാക്കളെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇവർ 3 പേരും ഇത് നടന്നു കയറാനുള്ള പരിപാടിയാണ്. ഏതൊക്കെയാലും ഇവരുടെ കയ്യിൽ ടെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഇന്ന് തന്നെ നടന്ന് കയറി ചെല്ലുമോ എന്ന് തോന്നുന്നില്ല. ഇപ്പം തന്നെ ഓൾറെഡി വൈകുന്നേരമായി. അവർ അതുവഴി ഒരു ട്രാക്ക് ഉള്ളത് കൊണ്ട് അതുവഴിയാണ് അവർ നടന്നു കയറി പോകുന്നത്. ചന്ദ്രനിൽ ചെന്നാലും മലയാളിയെ കാണുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളത് പോലെ നമ്മൾ ഇവിടെ വന്നപ്പോഴും ഇവിടെ കുറച്ച് മലയാളികളെ നമുക്ക് കാണുവാൻ സാധിച്ചു. അപ്പോൾ അവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ട്, അവരൊക്കെ നമ്മുടെ നാട്ടുകാരൊക്കെ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ ആയിട്ട് പരിചയപ്പെട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടുന്ന് ഞങ്ങൾ തിരിച്ച് കേബിൾ കാറിൽ തന്നെ കയറി മുകളിലേക്ക് യാത്രയായി. അടുത്തത് നമ്മൾ പോയത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള എക്കോ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. അതിമനോഹരമായിട്ടുള്ള ക്ലിഫുകളുടെ മുകളിലുള്ള ലുക്കൗട്ടുകളുമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു വ്യൂ പോയിൻ്റാണ് ഈ പറഞ്ഞ എക്കോ പോയിൻ്റ്. അപ്പോൾ അത് തൊട്ടടുത്ത് തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട കേബിൾ കാർ, അവിടുന്ന് നമ്മൾ അവിടെ പാർക്ക് ചെയ്തിരുന്ന കാർ എടുത്ത് ഒരു 2 കിലോമീറ്റർ ഇപ്പുറത്തേക്ക് മാറിക്കഴിയുമ്പോഴാണ് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഈ പറഞ്ഞ 3 സിസ്റ്റേഴ്സിനെ കുറച്ചും കൂടി അടുത്ത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ താഴെയുള്ള ജെയിമിസൺ വാലി നമുക്ക് വളരെ വൃത്തിയായിട്ട് കാണാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നോടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.